കൂട്ടുകാരെ, നമ്മൾ ഈശോയുടെ കണ്ണുകളിലൂടെ എന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്നത്തെ വായന നമ്മൾ ആരംഭിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. ശിഷ്യന്മാർ കൂട്ടിയ തീയിൽ നിന്നുയർന്ന ജ്വാലകളുടെ വെളിച്ചം കണ്ടുകൊണ്ടാണ് ഞാൻ ഉണർന്നത്. സന്ധ്യയായി, അന്ധകാരം വ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു. കർത്താവെ, അങ്ങ് പിന്നെയും ഒരുപാട് നേരം ഉറങ്ങി. യാക്കോബ് സൂചിപ്പിച്ചു. യാക്കോബെ, കർത്താവ് നല്ലവണ്ണം ഉറങ്ങട്ടെ. അവിടുത്തേക്ക് വിശ്രമം ആവശ്യമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ. പാലത്തിൻ്റെ ഒരു തൂണിന്മേൽ ചാരി ഇരുന്നു കൊണ്ട് ബർത്തലോമിയോ പറഞ്ഞു. ഞാൻ പലപ്പോഴും ഉറങ്ങാറുണ്ട്. അവൻ തുടർന്നു. എന്നാൽ അതിനുശേഷം എനിക്ക് നല്ല ഉണർവ് തോന്നും. ഉറക്കത്തിൽ ലഭിക്കുന്ന വിശ്രമം എത്ര നല്ലതാണെന്നോ. ബർത്തലോമിയോയ്ക്ക് ഉറക്കവുമായുള്ള അഗാധ ബന്ധം അറിയാവുന്നതിനാൽ എല്ലാവരുടെയും കണ്ണുകൾ അവൻ്റെ നേരെ നീങ്ങി. ഉറക്കത്തിലായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, അവൻ പറഞ്ഞു. ബാക്കി കൂടി കേൾക്കുവാൻ എല്ലാവരും കാതു കൂർപ്പിച്ചു. അർത്ഥം കിട്ടാത്ത ഒരു സ്വപ്നം എനിക്ക് തുടർച്ചയായി ഉണ്ടാകാറുണ്ട്. കുരിശിൽ കൊടുക്കുന്നവനായി ഒരാളെ ഞാൻ കാണാറുണ്ട്. അയാളുടെ മുഖം വ്യക്തമല്ല. അവന് ചുറ്റും മാലാഖമാർ ദൈവസ്തുതികൾ പാടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അവൻ്റെ വശത്ത് ഒരു കുന്തം കയറിയിരിക്കുന്നു. എന്നിട്ട് മുറിവിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി ഒഴുകി ലോകം അതിൽ മുങ്ങുന്നു. ഇതിൻ്റെ പൊരുൾ എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ ഈ സ്വപ്നം എപ്പോഴും കാണുന്നു. അവൻ പറഞ്ഞു നിർത്തി. കർത്താവെ, ശിമിയോൻ ചോദിച്ചു, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അങ്ങ് പറഞ്ഞു തരുമോ? ഞാൻ കൂട്ടുകാരെ നോക്കി. അവർക്ക് ഇനിയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ കരുണയാൽ ലോകത്തെ മുഴുവനും കഴുകുന്നതിന് ആവശ്യമായ ഒരു ബലിയെക്കുറിച്ചുള്ള സ്വപ്നമാണത്. എന്നിട്ട് ഞാൻ തുടർന്നു. എനിക്ക് വിശക്കുന്നു. എന്തെങ്കിലും കഴിക്കാനുണ്ടോ? കുറച്ച് ചൂടുള്ള അപ്പവും വെള്ളം കലർത്തിയ വീഞ്ഞും അപ്പോൾ കിട്ടി. അത് എന്നേക്കുമായി അർപ്പിക്കപ്പെടുന്ന ഒരു ബലിയായിരിക്കും, ഞാൻ അപ്പം മുറിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അത് ഭക്ഷിക്കുവാൻ ആരംഭിച്ചു. ഒരുപാട് ആത്മാക്കളെ രക്ഷിക്കുന്നതും സ്വർഗത്തിൻ്റെ വാതിൽ ഒരിക്കൽ കൂടി തുറക്കുന്നതുമായ ഒരു ബലിയാണിത്. ഞാൻ വീഞ്ഞും വെള്ളവും നുണഞ്ഞുകൊണ്ട് പറഞ്ഞു. മാത്രമല്ല, മനുഷ്യവംശത്തിനായി അത് വീണ്ടും വീണ്ടും നൽകപ്പെടുന്നതാണ്. അവർ എല്ലാവരും ഒന്നും മനസ്സിലാകാതെ അന്യോന്യം നോക്കി. അപ്പോൾ ബർത്തലോമിയോ പറഞ്ഞു, എനിക്കിപ്പോഴും ഒന്നും മനസ്സിലാകുന്നില്ല കർത്താവേ. ഒരു ദിവസം നിനക്കെല്ലാം മനസ്സിലാകുന്നതാണ്, ഞാൻ മറുപടി പറഞ്ഞുകൊണ്ട് ഭക്ഷിച്ചു തീർത്തു. എഴുന്നേറ്റുകൊണ്ട് ഞാൻ പറഞ്ഞു, കുറച്ചു നേരം എനിക്ക് തനിയെ ഒന്ന് നടക്കണമെന്നുണ്ട്. നടക്കുമ്പോൾ ഞാൻ നൽകേണ്ടി വരുന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും ആലോചിച്ചു കൊണ്ടിരുന്നു. ഞാൻ നൽകുന്നത് എത്ര പേർ സ്വീകരിക്കുമെന്നും നിരസിക്കുമെന്നും ഞാൻ അറിഞ്ഞു. അതോടൊപ്പം മരണശേഷം ഞാൻ അവർക്കായി അവശേഷിപ്പിക്കുന്ന നിത്യേനയുള്ള വരപ്രസാദത്തിൽ എത്ര പേർ വിശ്വസിക്കും എന്നും ഞാൻ ദർശിച്ചു. ഈ വക ചിന്തകളാൽ ഹൃദയം ഭാരമുള്ളതായി തീർന്നു. അതോടൊപ്പം യാക്കോബും യോഹന്നാനും എന്നെ പിന്തുടരുന്നതും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. യാക്കോബിൻ്റെ കാൽ എന്തിലോ തട്ടി ശബ്ദമുണ്ടായപ്പോൾ യോഹന്നാൻ അവനോട് ശബ്ദമുണ്ടാക്കാതെ നടക്കാൻ പറയുന്നത് കേട്ട് ഞാൻ ഉള്ളിൽ ചിരിച്ചു. എന്തു നല്ല സുഹൃത്തുക്കളാണവർ. ഞാൻ അവരെ അത്രമാത്രം സ്നേഹിക്കുന്നെന്നോ. ഒരിക്കൽ കൂടി ഞാൻ എന്തിനു വേണ്ടിയാണ് നൽകേണ്ടി വരുന്നതെന്ന് ദർശിച്ചു. ദൈവവുമായി എല്ലാ മനുഷ്യരും വീണ്ടും അനുരഞ്ജനപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു അത്. ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് ഞാൻ തിരികെ പോയി. അപ്പോഴേക്ക് ഇരുട്ടിയിരുന്നു. കുറച്ച് മണിക്കൂറുകളായി നടക്കുകയായിരുന്നു ഞാൻ. അതിനാൽ സമയം ഒരു അരമതിലിന്മേൽ ഇരുന്നു കൊണ്ട് മുമ്പോട്ടുള്ള പാതയെക്കുറിച്ച് ചിന്തിച്ചു. പത്രോസ് ഒരു കഥ പറയുകയായിരുന്നു. അപ്പോൾ ആ വഞ്ചിയിലുണ്ടായിരുന്നവർ വല്ലാതെ ഭയന്നുപോയി. തടിയിൽ ഒരു സുഷിരമുണ്ടായിരുന്നു. അതിലൂടെ ഉള്ളിലേക്ക് വെള്ളം തള്ളിക്കയറി. ഓരോരുത്തരും മാറി മാറി ആ ദ്വാരം അടയ്ക്കാൻ ശ്രമിച്ചു, തുണി കുത്തി നിറച്ചും മറ്റും. പക്ഷേ ശ്രമങ്ങളെല്ലാം വിഫലമായിക്കൊണ്ട് വെള്ളം ശക്തമായി അകത്തേക്ക് പ്രവേശിച്ചു. കപ്പിത്താൻ അവരോട് ആ വഞ്ചി ഇനി ഉപേക്ഷിക്കുവാൻ പറഞ്ഞു. പിന്നെയുള്ളത് അവരെയെല്ലാം ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ഒരു ചെറുതോണി മാത്രം. 5-6 പേരെ മാത്രം വഹിച്ചുകൊണ്ട് കരയ്ക്ക് പോകാൻ ഉപയോഗിച്ചിരുന്നതാണ് അത്. എന്നാൽ കപ്പലിൽ 11 പേരുണ്ടായിരുന്നു. അവരെല്ലാം ആ ചെറുതോണിയിൽ കയറുകയില്ല. കൂടിപ്പോയാൽ 8 പേരെ മുങ്ങാതെ കയറ്റാൻ പറ്റിയേക്കും. എന്നിട്ട് എന്താണ് അവർ ചെയ്തത്? തോമസ് ചോദിച്ചു. എന്നിട്ട് പത്രോസ് പറഞ്ഞു, 8 പേർ വള്ളത്തിൽ കയറി, അത് മുങ്ങിയില്ല. അപ്പോൾ ബാക്കി 3 പേരുടെ കാര്യം? തോമസ് ചോദിച്ചു. ആ 8 പേരും വള്ളത്തിൽ കയറും മുമ്പ് അവർ കുറിയിട്ട് മാറി നിൽക്കേണ്ടത് ആരാണെന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെ 3 പേർ പുറത്തായി. ആട്ടെ, എന്നിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു? തോമസ് അക്ഷമനായി. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, പത്രോസ് അല്പം ഈർഷ്യയോട് പറഞ്ഞു. മാറ്റി നിർത്തപ്പെട്ട ആ 3 പേരും യാഹ്വയോട് സഹായത്തിനായി അപേക്ഷിക്കാൻ തുടങ്ങി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ കപ്പലിൻ്റെ പായ്മരം മറിഞ്ഞ് അവരുടെ മുമ്പിൽ വീണു. അതുകൂടി കണ്ടപ്പോൾ തങ്ങളുടെ അവസാനം അടുത്തു എന്ന് അവർ തീരുമാനിച്ചു. പെട്ടെന്ന് ഒരാൾ പറഞ്ഞു, നമ്മൾക്ക് ആ പായ്മരത്തിൽ നമ്മളെ തന്നെ ബന്ധിച്ച ശേഷം വെള്ളത്തിലേക്ക് ചാടാം. പൊന്തിക്കിടക്കുവാൻ അത് നമ്മളെ സഹായിച്ചേക്കും. അവർ അപ്രകാരം ചെയ്തതിനു ശേഷം വെള്ളത്തിലേക്ക് ഇറങ്ങി. അപ്പോൾ കാറ്റ് ശമിച്ചു. 3 മണിക്കൂറോളം ആ പായ്മരത്തിൽ ബന്ധിക്കപ്പെട്ടവരായി അവർ ആ വെള്ളത്തിൽ പൊന്തിക്കിടന്നു. അപ്പോഴേക്കും മറ്റൊരു വഞ്ചി വന്ന് അവരെ രക്ഷിച്ചു. വെള്ളത്തിൽ കിടക്കുന്ന സമയമത്രയും അവർ പേടിച്ച് വിറച്ചിട്ടുണ്ടാവും.
അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കണിശമായും ഭയന്നു പോകുമായിരുന്നു. മത്തായി പറഞ്ഞു. തീർച്ചയായും അവർ പേടിച്ചിരുന്നു, ഉറപ്പാണ്. പത്രോസ് പറഞ്ഞു. പക്ഷേ ദൈവം അവരെ രക്ഷപ്പെടുത്തിയ അതിശയകരമായ മാർഗം നിങ്ങൾ കണ്ടുവോ? ഞാനൊന്നും കാണുന്നില്ല, യൂദാസ് പറഞ്ഞു. ആ പായ്മരം ഒടിഞ്ഞു വീണതുകൊണ്ട് മാത്രം അവർ രക്ഷപ്പെട്ടു. യൂദാസ്, ദൈവമാണ് അത് സംഭവിക്കാൻ ഇടയാക്കിയത്. കൂട്ടുകാർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി അവർ സഹായത്തിനായി ദൈവത്തോട് അപേക്ഷിച്ചു. എന്നാൽ മൂവരും തങ്ങൾ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്നാണ് കരുതിയത്. കപ്പലിൻ്റെ പായ്മരം ഒടിഞ്ഞു വീണപ്പോൾ തങ്ങളുടെ അവസാനം എടുത്തുവെന്ന് തന്നെ അവർ കരുതി. പിന്നെ എല്ലാ ആശയും വെടിഞ്ഞ് ആ നിമിഷത്തിൽ ദൈവം രക്ഷയിലേക്കുള്ള മാർഗം കാണിച്ചു കൊടുത്തു. അവർ അത് സ്വീകരിച്ചപ്പോൾ ദൈവം കാറ്റിനെ അടക്കുകയും അവരെ വീണ്ടെടുക്കുന്നതിനായി ഒരു തോണി അയക്കുകയും ചെയ്തു. ദൈവം ഒരിക്കലും കൈവിടുകയില്ലെന്ന കാര്യം ഈ കഥയിൽ നിങ്ങൾ ദർശിക്കുന്നില്ലേ? ദൈവം രക്ഷിക്കുന്നതിന് മുമ്പായി ചിലപ്പോൾ നിരാശയുടെ പടുകുഴിയിൽ നിങ്ങൾ എത്തേണ്ടി വരും. എന്നാൽ സഹായം വെച്ച് നീട്ടിക്കൊണ്ട് അവിടുന്ന് എപ്പോഴും കൂടെയുണ്ട്. നിങ്ങളത് സ്വീകരിച്ചാൽ മാത്രം മതി, പത്രോസ് പറഞ്ഞു. യൂദാസ് തുടർന്നും ചോദിച്ചു, അവർ എപ്പോഴാണ് അത് സ്വീകരിച്ചത്? ആ പായ്മരത്തിൽ സ്വയം ബന്ധിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ കരുണയാകുന്ന കടലിലേക്ക് തങ്ങളെ തന്നെ എടുത്തിട്ടപ്പോൾ. എനിക്കിപ്പോഴും അങ്ങനെയൊന്നും കരുതാൻ പറ്റുന്നില്ല. അതൊരു ഭാഗ്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഷിച്ചിലൂടെ യൂദാസ് പ്രതികരിച്ചു. കർത്താവ് അങ്ങ് തിരിച്ചെത്തിയോ? തൻ്റെ തൊട്ടുപുറകിലായി ഞാൻ ഇരിക്കുന്നത് ശ്രദ്ധിച്ച് പത്രോസ് ചോദിച്ചു. പത്രോസ്, നിന്റെ കഥ വളരെ നന്നായിരുന്നു. ഇതൊരു യഥാർത്ഥ കഥയാണ് കർത്താവേ. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ സംഭവിച്ചതാണെങ്കിലും എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കഥയാണിത്. എൻ്റെ പിതാവാണ് എന്നോടിത് പറഞ്ഞത്, പത്രോസ് വിശദീകരിച്ചു. ഈ കഥ വലിയ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സുഹൃത്തെ, ഞാൻ മൃദുവായി പറഞ്ഞു. ദൈവേഷ്ടം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പത്രോസിൻ്റെ ബോധ്യം വർദ്ധിക്കുന്നതിനാൽ ഞാൻ ആന്തരികമായി സന്തോഷിച്ചു. അവൻ എല്ലാവർക്കും മാതൃകയും പ്രബോധകനുമായിരിക്കും. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ഉറങ്ങുവാനായി കിടന്നു. തത്സമയം യാക്കോബും യോഹന്നാനും തിരിച്ചു വരുന്നതും പത്രോസ് അവരെ നോക്കി തലയാട്ടുന്നതും ഞാൻ കണ്ടു. എൻ്റെ കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നുവെന്നോ. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വായന ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ അടുത്ത ദിവസത്തിലേക്കായി കാത്തിരിക്കാം.